അപ്പോൾ ഗൈസ് ഈ രാവിലെ ഈ ചൂട്ടും കൊതുമ്പൊക്കെ ആയിട്ട് ഞാനിതെങ്ങോട്ടെന്ന് വെച്ചാൽ ഞാനും അമ്മയും കൂടെ ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഇന്ന് പൊങ്കാലയാണ്. അപ്പം അങ്ങോട്ട് പോവുകയാണ്. അപ്പം നല്ല വെയിലായിരുന്നു ഗൈസ്, എനിക്ക് പറയാൻ വയ്യ. എപ്പോഴും എനിക്ക് ആ ക്ഷീണം ഇതുവരെ മാറിയിട്ടില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി പ്രസാദമൊക്കെ മേടിച്ച് തൊഴുതിട്ട് നേരെ തിരിച്ച് പൊങ്കാല ഇടണ സ്ഥലത്തോട്ട് പോയി. അങ്ങനെ അവിടെ ചെന്നതാ ഗൈസ്, ഞാൻ ഈ ഷോളിട്ട് നിൽക്കണ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് വെയിലായിരുന്നു. കാരണം ഇതൊരു ഉച്ചയ്ക്ക് 12:30 ആ ടൈമിനായിരുന്നു ഈ പൊങ്കാല. അങ്ങനെ തിരിയൊക്കെ കത്തിച്ച് നമ്മളിതാ പൊങ്കാല അടുപ്പിൽ തീയൊക്കെ കത്തിച്ചിട്ട് അമ്മ ഇടാൻ തുടങ്ങി. ഞാനും അമ്മയും കൂടെ മാറി മാറിയാണ് ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ഒരാൾക്കായിട്ട് നിന്നിടാൻ ഒട്ടും പറ്റൂലായിരുന്നു ഗൈസ്. കാലൊക്കെ പൊള്ളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പൊള്ളി. അങ്ങനെ പായസമൊക്കെ ഇട്ടു. നമ്മളിതാ നേരെ അന്നദാനം കഴിക്കാനാണ് ഈ പോകുന്നത്. അപ്പം വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. കാരണം കരിക്കത്ത് പോയി എക്സ്പീരിയൻസ് എനിക്കുണ്ടല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഇവിടെ വലിയ ക്യൂ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനൊക്കെ ഇരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നമ്മുടെ അന്നദാനത്തിന്. അങ്ങനെ എല്ലാം എടുത്ത് വെച്ചിട്ട് ഞാൻ നല്ല രീതിയിൽ ഉണ്ടു. കാരണം രാവിലെ ഒന്നും ഫുഡൊന്നും കഴിക്കാതെയാണ് പോയത്. അപ്പോൾ അതിൻ്റെ വിശപ്പ് എല്ലാം കൂടെ ചേർത്തിട്ട് ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എണീറ്റു. എന്നിട്ട് തിരിച്ച് ഞങ്ങളൊരു തണലത്ത് വന്നിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എനിക്ക് എൻ്റെ ഫ്രണ്ട് സൈഡ് മാത്രമേ കാണാം. കുറേ പേരിരുന്ന് പൂവൊക്കെ എതിർത്തിടുന്നുണ്ട്. പിന്നീട് എണീറ്റപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എനിക്ക് ചുറ്റും നിറയെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പൂവൊക്കെ ഇട്ടിട്ട് ഞങ്ങളിതാ നേരെ നേദിക്കാനായി. അപ്പം നേദിക്കാൻ പോയിട്ട് ഒന്ന് നേദിച്ചിട്ടൊക്കെ പോവുകയാണ്. അപ്പം ഞാനും അമ്മയും കൂടെ പൊങ്കാലയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലോട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.